നമസ്കാരം. കൊല്ലം പയൽവാൻ ഹോട്ടലിലേക്ക് പോകണേ. കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. മട്ടൻ ബിരിയാണിക്ക് പേര് കേട്ട ഹോട്ടലാണ്. 100 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഹോട്ടലാണ്. എന്തൊക്കെയുണ്ട് കഴി? മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ലിവർ, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ. മട്ടൻ ഫ്രൈ, ഒരു മട്ടൻ ഫ്രൈ, 3 മട്ടൻ ബിരിയാണി, 3 മട്ടൻ ബിരിയാണി, ഒരു മട്ടൻ ഫ്രൈ എടുക്കും. ലിവർ ഫ്രൈ വല്ലതും ലിവറും ബ്രെയിനും വേണ്ട. ഇപ്പോൾ ഇത് തൽക്കാലം മട്ടൻ ഫ്രൈയും 3 മട്ടൻ ബിരിയാണിയും. മട്ടൻ ബിരിയാണി എന്നാ മട്ടൻ ഫ്രൈ പറഞ്ഞത് സ്പെഷ്യൽ. മട്ടൻ ബിരിയാണി വളരെ ഫേമസ് ആണ് ഇവിടുത്തെ. കൊല്ലം എന്ന് പറയുമ്പോൾ മട്ടൻ ക്യാപിറ്റൽ എന്നും പറയും. മട്ടൻ ബിരിയാണി എങ്ങനെയുണ്ടോ നോക്കാം. ഈ ബിരിയാണിയുടെ റൈസ് ഇത് കണ്ടോ, ഇങ്ങനെ വിട്ട് കിടക്കണം. പക്ഷെ അത്രയ്ക്ക് വിട്ട് കിടക്കുന്ന റൈസ് അല്ല, എന്നാലും കുഴപ്പമില്ല, ഒട്ടിപ്പിടിച്ചിരിക്കുകയല്ല. എന്നാ മട്ടൻ മട്ടൻ നല്ല സോഫ്റ്റാണ്. പപ്പടം ഉണ്ടോ? പപ്പടം എങ്ങനെയുണ്ട് ബിരിയാണി? കൊള്ളാമല്ലേ? ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. എന്നാലും ബിരിയാണി ഒരു ചിക്കൻ ഫ്രൈ എടുക്കും. എന്തായാലും കുഴപ്പമില്ല. ബിരിയാണിയുണ്ട്. സംശയം എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചോണ്ടേ നമ്മളൊക്കെ വളരെ ഗംഭീരമായിട്ട് തോന്നുന്നു. അതിൻ്റെ അത്ര ആ ഒരു ടേസ്റ്റ് ഇപ്പം ഇല്ലെന്നാണ് എനിക്ക് ചിക്കൻ നല്ല ക്വാണ്ടിറ്റി ആണല്ലോ ബിരിയാണി. നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഈ നാരങ്ങ അതിൻ്റെ അകത്ത് ഇതിൻ്റെ അതല്ല, ഈ നാരങ്ങ പിഴിയുന്നതിൻ്റെ കാരണം എന്ന് പറയും. അറിയാം എന്തിനാ നാരങ്ങ പിഴിയുന്നത്? എനിക്കറിയത്തില്ല. നാരങ്ങ എന്തിനാ പിഴിയുന്നതെന്ന് അറിയത്തില്ല. ചിക്കൻ ഫ്രൈയുടെ അകത്തും ഈ മട്ടൻ്റെ ഫ്രൈയുടെ അകത്തൊക്കെ അല്ല, മുഴുത്ത കാല് തന്നെ എടുത്ത് അടിക്കുക. ഫ്രൈ കുഴപ്പമില്ല. ബിരിയാണി എന്തോ വില വരുന്നു? 262. ചിക്കൻ ഫ്രൈ 160. മട്ടൻ ഫ്രൈ 270. ബിരിയാണി ഒരു ആവറേജ് ടേസ്റ്റ്. അല്ല, അപ്പം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യമായിട്ട് കഴിക്കുന്നത് നല്ലത്. എന്നോട് ചമ്മന്തിയാണ്. സാലഡ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ചെറിയ അരിയുടെ ബിരിയാണി,
പണ്ട് ഈ കൊല്ലത്തൊക്കെ വരുന്ന സമയത്ത് സ്ഥിരമായിട്ട് പയൽവാനിൽ മട്ടൻ ബിരിയാണി കഴിക്കാതെ പോകത്തില്ല. മട്ടൻ ബിരിയാണി കഴിക്കാതെ പോകില്ല. അത്രയ്ക്ക് ഗംഭീര ടേസ്റ്റായിരുന്നു. കഴിച്ചത് ചിക്കൻ ഫ്രൈ, മട്ടൻ ബിരിയാണി, മട്ടൻ ഫ്രൈ. എനിക്കിതെല്ലാം കഴിച്ചിട്ട് ഓക്കെ, കുഴപ്പമില്ല. അല്ല, കുഴപ്പമില്ല, ജസ്റ്റ് ഓക്കെ, കഴിക്കാം. വലിയ കുറ്റമൊന്നും പറയാനില്ല, വലിയ അതിഗംഭീരമാണെന്നും പറയാനില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നിങ്ങൾ കൊല്ലം ഫയൽവാൻ ഹോട്ടലിൽ നിന്ന് ബിരിയാണിയും മറ്റ് ഫുഡും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റായിട്ട് പറയാം.